എ കുഞ്ഞിക്കണ്ണൻ സ്മാരക വായനശാലയും യുവതാര ക്ലബ്ബ് കോട്ടൂരും ചേർന്ന് കണ്ണൂർ ACP TK രത്നകുമാറിന് കോട്ടൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. പ്രസ്തുത ചടങ്ങിനോടനുബന്ധിച്ച് വായനശാലയുടെ ഇഫ്താർ സംഗമവും നടന്നു. TK രത്നകുമാറിനെ ആദരിച്ചുകൊണ്ട് അഴീക്കോട് MLA KV സുമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഡ്വക്കേറ്റ് MC രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ കുഞ്ഞിക്കണ്ണൻ സ്മാരക വായനശാലയും ഗ്രന്ഥാലയം കോട്ടൂര് ഈ നാട് കണ്ട ഏറ്റവും മികച്ച പോലീസ് ഓഫീസർമാരിൽ ഒരാളായ ഈ നാട്ടുകാരനായ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന് ഈ നാടിനൊപ്പം നിന്നുകൂടാ ഇന്ന് നമ്മുടെ പോലീസ് സേനയ്ക്കാകെ അഭിമാനമായ നമ്മുടെ ശ്രീ TK രത്നകുമാർ എന്ന കണ്ണൂർ ACP അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു യാത്രയപ്പാട്, ഒരു ആദരവാണ് നിങ്ങൾ നൽകുന്നത്. തീർച്ചയായിട്ടും വളരെ രാഘവേട്ടൻ പറഞ്ഞ പോലെ വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. രാഘവേട്ടൻ സംസ്ഥാന പോലീസിൻ്റെ കോടിയേരിയുടെ കൂടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായി 5 വർഷക്കാലം പ്രവർത്തിച്ച ഒരാളാണ്. പോലീസിലുണ്ടാകുന്ന ഒട്ടേറെ രീതികൾ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഞങ്ങൾക്ക് വിദ്യാർത്ഥി കാലം മുതൽ അറിയാവുന്ന രത്നേട്ടനെ ഞാൻ ആദ്യം വോളിബോൾ കളിക്കാനായിട്ടാണ് പ്രധാനമായി കണ്ടത്. വോളിബോൾ മത്സരങ്ങളിൽ വളരെ ശക്തമായി സ്മാഷ് ചെയ്യുന്ന ഒരു വോളിബോൾ താരം എന്ന നിലയിൽ നിന്നാണ് പിന്നീട് പോലീസ് ഓഫീസറായിട്ട് മാറി. പോലീസ് ഓഫീസറായി മാറി ഒട്ടേറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. വളരെ ജെന്റിലായ ഞാനും മാധവേട്ടൻ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയില്ല. യഥാർത്ഥത്തിൽ പോലീസ് സേനയ്ക്ക് ഒരു പേരുദോഷവും രത്നകുമാർ എന്ന പോലീസ് ഓഫീസർ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. പോലീസിന്റെ അഭിമാനം ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന, ഒരാളെ കൊണ്ടും മോശമായ ഒരു കാര്യം പറയിപ്പിക്കാത്ത നിങ്ങളുടെ നാട്ടുകാരനാണ് നമ്മുടെ പോലീസ് ഓഫീസറായിട്ട് വിരമിക്കുന്നത്. അത് വളരെ അഭിമാനം, രാവിലെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള കാര്യം. ഞങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എത്ര പ്രകോപനമുള്ള സമരങ്ങളിലായാലും പോലും അദ്ദേഹത്തിന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും വ്യത്യാസമില്ലാതെ ടാക്കിൾ ചെയ്യാൻ, നല്ലതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രാദേശിക അനുഭവവും ജനങ്ങൾക്കിടയിലുള്ള ബന്ധവും വളർന്നു വന്ന സാഹചര്യത്തിൻ്റെയും സവിശേഷമായ പ്രത്യേകതയാണ്. P. മാധവൻ, M. ഗോവിന്ദൻ, അജിത KC, KT ലീല, MV രാഘവൻ, PV ജനാർദ്ദനൻ മാസ്റ്റർ, CV ഷിജു എന്നിവർ സംസാരിച്ചു. ടിമ്പർ വ്യാപാരികൾ നൽകിയ മൈക്ക് സ്റ്റാൻഡ്, കോട്ടൂർ ഓക്സിലറി ഗ്രൂപ്പ് നൽകിയ വാട്ടർ പ്യൂരിഫയറും ചടങ്ങിൽ വാർഡ് കൗൺസിലർ C. അജിത ഏറ്റുവാങ്ങി. ജില്ലാ ലൈബ്രറി കൗൺസിലർ അനുവദിച്ച മൈക്ക് സെറ്റ് P. ജനാർദ്ദനൻ വായനശാലയ്ക്ക് സമ്മാനിച്ചു. ACP TK രത്നകുമാർ ചടങ്ങിന് മറുമൊഴി നൽകി. എന്റെ ജീവിതത്തിലേതാണ് പറഞ്ഞത്. എന്നെ ആദ്യം ആദരിച്ചത്, അംഗീകരിച്ചത് കോട്ടൂരിലെ ബാലസംഘത്തിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടാണ്. സഭാകമ്പം, ആളുകളുടെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റാത്ത, ആളുകളുടെ നേരെ നോക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്കാലത്ത് ഈ വായനശാലയുടെ യൂണിറ്റ് സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ മാധവേട്ടനെയും ഗോവിന്ദേട്ടനെയും ഒക്കെ പോലുള്ള ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ആരംഭത്തിൻ്റെ തുടക്കം. പിന്നീട് ഞാൻ ഇവിടുത്തെ DYFI യൂണിറ്റ് സെക്രട്ടറിയായി. കുറച്ചും കൂടെ ഞാൻ സംസാരിക്കാനൊക്കെ പഠിച്ചു, എന്നാലും പ്രസംഗിക്കാൻ പഠിച്ചിട്ടില്ല കേട്ടോ. DYFIയുടെ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇവിടെ സാക്ഷരത എന്ന ഒരു പ്രസ്ഥാനം വന്നു. ഞാൻ പല വീടുകളിലും അക്ഷരം പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അക്ഷരം ആരെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഒട്ടേറെ പേർ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ 100% സാക്ഷരതയാക്കുന്ന ആ ഒരു സർക്കാരിൻ്റെ പദ്ധതിയിൽ എനിക്കും സജീവമായി പങ്കാളിത്തം ഉണ്ടാകാനിടയായി. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കയറി ഇറങ്ങാത്ത ഒരു വീട് പോലും ഈ നാട്ടിൽ ഇല്ലാതായി. ചടങ്ങിൽ KR വത്സലൻ സ്വാഗതവും വായനശാല സെക്രട്ടറി AP നവാസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നാട്ടുകാരുടെ കരോക്കെ ഗാനമേളയും നടത്തുകയുണ്ടായി. വൻ ബഹുജന പങ്കാളിത്തമാണുണ്ടായത്.